സഞ്ജു നമ്മുടെ സഞ്ജു ആണല്ലോ, മലയാളിയായിട്ടുള്ള സഞ്ജു ലോകത്തെമ്പാടുമുള്ള കായിക പ്രേമികളാൽ ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിത്വമായി മാറി. കേരളത്തിന് അഭിമാനിക്കാം അതിൽ നമുക്ക്. കേരളത്തിൻ്റെ പുത്രനാണ്. സാധാരണഗതിയിൽ ക്രിക്കറ്റിൻ്റെ സെലക്ഷനിലുമൊക്കെ തന്നെ പല പരാതികളും ഉയർന്നു വരാറുണ്ട്. അങ്ങനെ കുറേ നാളുകളായി പല അവസരങ്ങളും നഷ്ടപ്പെട്ട വ്യക്തിയാണ് സഞ്ജു. അങ്ങനെ ഉള്ള നമ്മ സഞ്ജുവിൻ്റെ സ്ഥിരമായിട്ടുള്ള പരിശ്രമം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും അദ്ദേഹം ഇന്ന് ലോകശ്രദ്ധ നേടിയിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ അദ്ദേഹത്തെ അഭിനന്ദിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ അദ്ദേഹത്തിന് സമുചിതമായിട്ടുള്ള ഒരു സ്വീകരണം കൊടുക്കുവാൻ ആലോചിക്കുകയാണ്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് സഞ്ജുവിൻ്റെ പിതാവിനെ കാണുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ്. ചെന്ന് കണ്ട് സംസാരിക്കുകയാണ്. ഇന്ന് രാവിലെ സഞ്ജുവുമായി ടെലിഫോണിൽ ബന്ധപ്പെടുന്നതിന് വേണ്ടി ശ്രമം നടത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് കിട്ടിയത്. വിവരം അദ്ദേഹത്തിന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു അർഹിക്കുന്ന രൂപത്തിൽ ഉള്ള കേരളത്തിൻ്റെ ഒരു സ്വീകരണം അദ്ദേഹത്തിന് നൽകുന്നതാണ്. ഒരു കാര്യം, ഇന്ന് ആറ്റുകാൽ പൊങ്കാല ഡാമെന്നൊരു സ്ത്രീ കോഴിക്കോട് സ്വദേശിനിയാണ്. അവര് തീ പിടിച്ച് മരിച്ചു. ഇന്ന് ചികിത്സയിലായിരുന്നു. ഇന്നാണ് മരിച്ചത്. മെഡിക്കൽ കോളേജിലായിരുന്നു. അവർ തമ്പാനൂർ ഭാഗത്താണ് ഇട്ടത്. അവർ കുടുംബം ആരോപിക്കുന്നത് ഈ നടത്തിപ്പിന്റെ പ്രശ്നങ്ങളാണ്. അടുപ്പിച്ച് അടുപ്പുകൾ കൂട്ടിയത് കൊണ്ടാണ് അവർ സാരിയുടെ പുറകിൽ നിന്ന് തീ പിടിച്ചു. അങ്ങനെ അവർ ഇവിടെ മെഡിക്കൽ കോളേജിൽ ബേൺ ഐസിയുവിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ കോഴിക്കോടേക്ക് മാറ്റി സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെയോടെ മരിച്ചു. അവർക്ക് പരാതിയുണ്ട്. പറഞ്ഞ വിവരം എനിക്കിപ്പോൾ പറഞ്ഞത് മാത്രമേ എനിക്കറിയാവൂ. എന്താണ് ഉണ്ടായത് സംബന്ധിച്ച് അന്വേഷിക്കാം. കോഴിക്കോട് സ്വദേശിനിയാണ്. സാരിയുടെ പിൻഭാഗത്തുനിന്ന് തീ പിടിച്ചാണ് അവർ മരിച്ചത്. പൊങ്കാല കഴിഞ്ഞ് 3 ദിവസം ചികിത്സ. ഉണ്ടായ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും വിഷമം തോന്നുന്ന വാർത്തയാണ്. എന്തായാലും ഉണ്ടായതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്താം. ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ആർഡിഒയുടെ ഒരു റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അതൊന്നും ലഭിച്ചിട്ടുണ്ടോ? ആർഡിഒ ഒരു പ്രാരംഭ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം നേരിട്ട് സ്പോട്ടിൽ പോകാൻ വേണ്ടി അവസരം കിട്ടിയിട്ടില്ല. കാരണം അദ്ദേഹം ഡൽഹിയിൽ ഇലക്ഷൻ കമ്മീഷന്റെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറോട് ഞാൻ പറഞ്ഞു, ഈ ആർഡിഒ ഡൽഹിയിലായതുകൊണ്ട് ഈ വിവരങ്ങൾ ഈ ഉയർന്നു വന്ന പരാതികളെ സംബന്ധിച്ചിടത്തോളം കളക്ടർ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയ റിപ്പോർട്ട് നൽകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്.